Hello everyone, it's me Hare Krishna. നമ്മൾ ഇന്ന് സ്പെഷ്യൽ കോൺട്രാക്ട് ഭാഗത്ത് വരുന്ന കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. വാട്ട് ഈസ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി? കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഈസ് എ കോൺട്രാക്ട് ടു പെർഫോം ദ പ്രോമിസ് ഓർ ഡിസ്ചാർജ് ദ ലയബിലിറ്റി ഓഫ് എ തേർഡ് പേഴ്സൺ ഓൺ ഡിഫോൾട്ട്. ഓക്കെ, ഇറ്റ് ഇസ് എ കോൺട്രാക്ട് ടു പെർഫോം എ പ്രോമിസ് ഓർ ഡിസ്ചാർജ് ദ ലയബിലിറ്റി ഓഫ് എ തേർഡ് പേഴ്സൺ ഓൺ ഡിഫോൾട്ട്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, അതാണ് ICA എഴുതിക്കുന്ന ഷോർട്ട് ഫോം ആയിട്ട്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് സെക്ഷൻ 126 ആണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിനെ പറ്റി പറയുന്നത്. ഓക്കെ, ഇനി ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ ഉദാഹരണം പറഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാം, അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം. ഞാൻ നമ്മുടെ തൃശ്ശൂർ SBI ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കാൻ പോവാണ്. ഓക്കെ, ലോൺ എടുക്കാൻ പോവാണ്. അപ്പൊ 5 ലക്ഷം രൂപയാണ് ലോൺ എടുക്കുന്നത്. ലോൺ എടുക്കുമ്പോൾ ബാങ്കുകാർ പറഞ്ഞു ഇവിടെ ഒരു ഷുവർട്ടി വേണമെന്ന് പറയും. ഷുവർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അഷുറൻസ്. ഞാൻ എടുക്കുന്ന പൈസ തിരിച്ച് ബാങ്കിന് കൊടുക്കുമെന്ന് ബാങ്കിന് ഒരു അഷുറൻസ് വേണം. അപ്പൊ ഒരു ഷുവർട്ടിയെ വേണമെന്ന് പറയുന്നു. അപ്പോ ഇവിടെ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് നമുക്ക് ഈ എക്സാമ്പിൾ കൊണ്ടുവരാം. ഓക്കെ, ഇവിടെ ബാങ്കിലേക്ക് ലോൺ എടുക്കാൻ പോകുന്ന എന്നെ വിളിക്കുന്ന പേരെന്താണ്? പ്രിൻസിപ്പൽ ഡെപ്റ്റർ. പ്രിൻസിപ്പൽ ഡെപ്റ്റർ. ഇവിടെ പൈസ 5 ലക്ഷം രൂപ പൈസ തരുന്ന ബാങ്കിനെ വിളിക്കുന്ന പേരെന്താ? ക്രെഡിറ്റർ. ഓക്കെ, ഇവിടെ ബാങ്കിന് ഒരു അഡീഷണൽ അഷുറൻസ് വേണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ എന്ത് പറയുന്നത്? അങ്ങനെ അഷുറൻസ് കൊടുക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷുവർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ബാങ്കിലേക്ക് ലോൺ എടുക്കാൻ പോകുന്നു. 5 ലക്ഷം രൂപ അവർ തരുന്നു. ഇവിടെ ഞാൻ പ്രിൻസിപ്പൽ ഡെപ്റ്റർ, ബാങ്ക് ക്രെഡിറ്റർ. ഇവിടെ ഷുവർട്ടി ആയിട്ട് എന്റെ ഫ്രണ്ട് വിജയ് നിൽക്കുകയാണ്. ഓക്കെ, ഇവിടെ വിജയുടെ ലയബിലിറ്റി എന്താ? ഇവിടെ ഷുവർട്ടി ആയി നിൽക്കുന്ന വിജയുടെ ലയബിലിറ്റി എന്താ? ഇൻ കേസ് ഞാൻ പ്രിൻസിപ്പൽ ഡെപ്റ്ററായി ഞാൻ എന്തെങ്കിലും ഡിഫോൾട്ട്, എന്തെങ്കിലും ആ പ്രോമിസിൽ ആ പൈസ തിരിച്ചു കൊടുക്കാത്ത എന്തെങ്കിലും സാഹചര്യം വരികയാണെങ്കിൽ ആ ബാങ്കിന് ആരുടെ കയ്യിൽ നിന്ന് അത് സ്യൂ ചെയ്ത് മേടിക്കാം? അത് വിജയുടെ അടുത്തുനിന്ന്, ഷുവർട്ടി ആയി വിജയുടെ അടുത്തുനിന്ന് അത് വാങ്ങിക്കാം. അതാണ് ഷുവർട്ടിയുടെ പണി. ഓക്കെ, സോ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ കോൺട്രാക്ട് ടു പെർഫോം പ്രോമിസ് ഓർ ഡിസ്ചാർജ് ദ ലയബിലിറ്റി ഓഫ് എ തേർഡ് പേഴ്സൺ ഇൻ ഓൺ ഡിഫോൾട്ട്. ഇനി കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ 3 പാർട്ടീസ് ആണുള്ളത്: പ്രിൻസിപ്പൽ ഡെപ്റ്റർ, ക്രെഡിറ്റർ, ഷുവർട്ടി. പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രിൻസിപ്പൽ ഡെപ്റ്റർ is the person in respect of whose default the guarantee is given. Okay, ഇവിടെ ഞാനാണ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. ഓക്കെ, അപ്പോ ആർക്ക് വേണ്ടിയാണോ ഗ്യാരണ്ടി കൊടുക്കുന്നത് അയാളെ നമ്മൾ എന്ത് പറയുന്നത്? പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, to whom the guarantee is given, ആർക്കാണോ ഗ്യാരണ്ടി കൊടുക്കുന്നത് അതാണ് ക്രെഡിറ്റർ. To whom the guarantee is given, the person to whom the guarantee is given is known as the creditor. The person who gives the guarantee is known as surety. ഇവിടെ ഗ്യാരണ്ടി കൊടുക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് ഷുവർട്ടി. ആർക്കാണോ ഗ്യാരണ്ടി കൊടുക്കുന്ന അയാൾ ക്രെഡിറ്റർ. ആർക്ക് വേണ്ടിയാണോ ഗ്യാരണ്ടി കൊടുക്കുന്നത് അയാൾ പ്രിൻസിപ്പൽ ഡെപ്റ്റർ. ഇനി നമുക്ക് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയുടെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കണ്ണ് പറയുന്നത് കൺസിഡറേഷൻ. സെക്ഷൻ 127 ഓഫ് ICA, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 127 കൺസിഡറേഷൻ പറയുന്നത്. ഓക്കെ, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ കൺസിഡറേഷൻ എന്ന് പറയുന്ന ഒരു ഡിഫറെന്റ് ടേംസിലാണ് പറയുന്നത്. എനിത്തിങ് ഡൺ for the benefit of principal debtor is a necessary consideration. ഒന്നുകൂടി ഞാൻ പറയാം. Anything done for the benefit of the principal debtor is a sufficient consideration. Okay, ഇവിടെ വിജയ് എന്റെ ഗുണത്തിന് വേണ്ടി ബാങ്കിന് ഒരു പ്രോമിസ് കൊടുക്കുകയാണ്. അപ്പോൾ അത് തന്നെ ഒരു കൺസിഡറേഷൻ ആണ്. സോ കൺസിഡറേഷൻ സെക്ഷൻ 127 ഓഫ് ICA. പിന്നെ അതുപോലെ രണ്ടാമത് ഒരു പ്രിൻസിപ്പൽ ഡെപ്റ്റ് വേണം, ഒരു ലയബിലിറ്റി വേണം. ഇവിടെ ബാങ്കിൽ നിന്ന് ഞാൻ 5 ലക്ഷം രൂപയാണ് ലോൺ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 5 ലക്ഷം രൂപയാണ് എന്ത് പറയുന്നത്? പ്രിൻസിപ്പൽ ഡെപ്റ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ എന്താ? ഫുൾഫിൽ ദ കണ്ടീഷൻ അണ്ടർ സെക്ഷൻ 10 ഓഫ് ICA. ഓക്കെ, ഒരു കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി സെക്ഷൻ 10 പറയുന്ന എല്ലാ കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യണം. സെക്ഷൻ 10 എന്താണ് പറയുന്നത്? സെക്ഷൻ 10 ഓഫ് ICA എന്താ പറയുന്നത്? എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്ട്. ഇനിയും കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി മേ ബി ഓറൽ ഓർ ഇൻ റൈറ്റിംഗ്. അടുത്തത് ദ ലയബിലിറ്റി അറൈസസ് ഓൺലി ഓൺ ഡിഫോൾട്ട്. എപ്പോഴാണോ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഡിഫോൾട്ട് വരുത്തുന്നത് അപ്പം മാത്രമാണ് ഷുവർട്ടിയുടെ ലയബിലിറ്റി അറൈസ് ചെയ്യുള്ളൂ. അതുവരെ ഷുവർട്ടിക്ക് അവിടെ റോൾ ഇല്ല. എപ്പോഴാണ് ഡിഫോൾട്ട് വരുന്നത് അപ്പോഴാണ് ഷുവർട്ടിയുടെ ലയബിലിറ്റി അറൈസ് ചെയ്യുന്നത്. ഇനിയും 3 പാർട്ടീസ് ഉണ്ട്. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ 3 പാർട്ടീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 3 കോൺട്രാക്ട് ഉണ്ട്. ഓക്കെ, 3 കോൺട്രാക്ട്. ഒരു കോൺട്രാക്ട് പ്രിൻസിപ്പൽ ഡെപ്റ്ററും ക്രെഡിറ്ററും തമ്മിൽ, പിന്നെ ഒരു കോൺട്രാക്ട് പ്രിൻസിപ്പൽ ഡെപ്റ്ററും ഷുവർട്ടിയും തമ്മിൽ, പിന്നെ ഒരു കോൺട്രാക്ട് വരുന്നത് ഷുവർട്ടിയും നമ്മുടെ ക്രെഡിറ്ററും തമ്മിൽ. ഓക്കെ, ഇനി അടുത്തത് ലാസ്റ്റ് ഫീച്ചർ. ഈ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയുടെ ബേസിക് എയിം എന്ന് പറയുന്നത് ഒരു അഡീഷണൽ സെക്യൂരിറ്റി കൊടുക്കുകയാണ്, ഒരു അഡീഷണൽ അഷുറൻസ് കൊടുക്കുകയാണ്. ആർക്ക്? ക്രെഡിറ്റർക്ക്. ഇൻ കേസ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ അത് തെറ്റിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിഫോൾട്ട് വരുത്തിയാൽ ഞാൻ തന്നോളാം, ഷുവർട്ടി തന്നോളാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയുടെ എസെൻഷ്യൽസിൽ വരുന്നത്.
ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് ലയബിലിറ്റി ഓഫ് ഷുവർട്ടി ആണ്. സെക്ഷൻ 128 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ് ലയബിലിറ്റി ഓഫ് എ ഷുവർട്ടി പറയുന്നത്. ഇനി ഈ ഭാഗത്ത് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാം. The liability of surety is co-extensive with that of principal debtor unless it is provided by a contract. അതായത് എത്രത്തോളം ലയബിലിറ്റി നമ്മുടെ പ്രിൻസിപ്പൽ ഡെപ്റ്റർക്ക് ഉണ്ടോ അത്രത്തോളം ലയബിലിറ്റി ഷുവർട്ടിക്കും ഉണ്ട്. ഇപ്പൊ ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു, ലോൺ തിരിച്ചടവ് തെറ്റിക്കുന്നു, 5 ലക്ഷം എന്നുള്ളത് ഏകദേശം 10 ലക്ഷം രൂപ, പിഴ ഉൾപ്പെടെ 10 ലക്ഷം രൂപയാണെങ്കിൽ അത്രയും തന്നെ ഷുവർട്ടിയുടെ മേലിൽ ലയബിലിറ്റി വരും. അല്ലാണ്ട് ഷുവർട്ടിക്ക് 5 ലക്ഷം രൂപ മാത്രമല്ല ലയബിലിറ്റി വരുന്നത്, ആ ഫൈൻ ഉൾപ്പെടെയുള്ള എമൗണ്ട് എന്താ പറയുക നമ്മുടെ ഷുവർട്ടിയുടെ മേലിൽ വരും. അതുകൊണ്ട് തന്നെയാണ് ദ ലയബിലിറ്റി ഓഫ് ഷുവർട്ടി ഈസ് കോ എക്സ്റ്റെൻസീവ് വിത്ത് ദാറ്റ് ഓഫ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്ന് പറഞ്ഞത്. എത്രത്തോളം പ്രിൻസിപ്പൽ ഡെപ്റ്റർ വരുത്തുന്നു അത്രത്തോളം ഷുവർട്ടിക്കും കിട്ടും. ഓക്കെ, അതാണ് കോ എക്സ്റ്റെൻസീവ്. ലയബിലിറ്റി ഓഫ് ഷുവർട്ടി ഈസ് കോ എക്സ്റ്റെൻസീവ് വിത്ത് ദാറ്റ് ഓഫ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. രണ്ടാമത്തെ കാര്യം, ദ ലയബിലിറ്റി ഓഫ് ഷുവർട്ടി ഈസ് ജോയിന്റ് ആൻഡ് സെവറൽ. ദ ലയബിലിറ്റി ഓഫ് ഷുവർട്ടി ഈസ് ജോയിന്റ് ആൻഡ് സെവറൽ. ഇനി ലയബിലിറ്റി ജോയിന്റ് എന്ന് പറയാൻ കാരണം എന്താണ്? ഇൻ കേസ് ഡിഫോൾട്ട് വരുത്തി, ഇൻ കേസ് തിരിച്ചടവ് തെറ്റിച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ബാങ്കിന് എന്നെയും ഷുവർട്ടിയെ നിൽക്കുന്ന വിജയനെ രണ്ടുപേരെയും ഒരുമിച്ച് സ്യൂ ചെയ്യാം. അതാണ് ജോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ലയബിലിറ്റി സെവറൽ എന്ന് പറയാൻ കാരണം എന്താ? ഇനി ആ തിരിച്ചടവ് വരുത്തി, ഡിഫോൾട്ട് വരുത്തി വേണമെങ്കിൽ ആ ബാങ്കിന്, നമ്മുടെ എക്സാമ്പിൾ പറഞ്ഞ ആ ബാങ്കിന്, SBI ബാങ്കിന് വേണമെങ്കിൽ ഷുവർട്ടി ആയിട്ടുള്ള വിജയനെ മാത്രം സ്യൂ ചെയ്യാം. ഓക്കെ, അതാണ് സെവറൽ എന്ന് പറയുന്നത്. ഓക്കെ, ലയബിലിറ്റി ഓഫ് ഷുവർട്ടി ഈസ് ജോയിന്റ് ആൻഡ് സെവറൽ. അപ്പൊ അതാണ് ജോയിന്റ് ആൻഡ് സെവറൽ എന്നൊരു കൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, ദർ ഇസ് നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ. അങ്ങനെ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഇല്ല. അതായത് ആദ്യം പ്രിൻസിപ്പൽ ഡെപ്റ്ററിനെ സ്യൂ ചെയ്യണം, എന്നിട്ട് വേണം ഷുവർട്ടിയെ സ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഒന്നും ഇല്ല. അത് നമ്മുടെ ബാങ്ക് ഓഫ് ബീഹാർ വേഴ്സസ് ദാമോദർ പ്രസാദ് എന്ന് പറയുന്ന കേസിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ബാങ്ക് ഓഫ് ബീഹാർ വേഴ്സസ് ദാമോദർ പ്രസാദ് എന്ന കേസിൽ സുപ്രീം കോടതി കൃത്യമായിട്ട് പറയുന്നുണ്ട്, ദർ ഇസ് നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ദാറ്റ് ആദ്യം പ്രിൻസിപ്പൽ ഡെപ്റ്ററിനെ സ്യൂ ചെയ്യണം, പിന്നെ ഷുവർട്ടിനെ സ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് വരുന്നത് ദ ലയബിലിറ്റി ഓഫ് ഷുവർട്ടി ഈസ് ഇൻഡിപെൻഡന്റ് ആൻഡ് നോട്ട് കൊളാട്രൽ. ഈസ് ഇൻഡിപെൻഡന്റ് ആൻഡ് നോട്ട് കൊളാട്രൽ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് പ്രിൻസിപ്പൽ ഡെപ്റ്റർ ലയബിൾ അല്ലെങ്കിലും ഷുവർട്ടി ലയബിൾ ആവും. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി, അതിൽ പ്രിൻസിപ്പൽ ഡെപ്റ്റർ മൈനർ ആണെന്ന് വിചാരിക്കും. നമുക്കറിയാം മൈനറിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ലയബിലിറ്റി ചാർത്താൻ പറ്റില്ല. അപ്പൊ അവിടെ ഷുവർട്ടി മേജർ ആണെങ്കിൽ ആ ഫുൾ ലയബിലിറ്റി ആരുടെ മേലിലാണ് വരിക? ഷുവർട്ടിയുടെ മേലിലാണ് വരിക. സോ അതുകൊണ്ടാണ് പറയുന്നത് ദ ലയബിലിറ്റി ഓഫ് ഷുവർട്ടി ഈസ് ഇൻഡിപെൻഡന്റ് ആൻഡ് നോട്ട് കൊളാട്രൽ. ചില സാഹചര്യങ്ങളിൽ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ലയബിൾ ആയില്ലെങ്കിലും ഷുവർട്ടി ലയബിൾ ആവും. ഓക്കെ, സോ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ആൻഡ് നോട്ട് കൊളാട്രൽ. ഇനി ഏറ്റവും അവസാനത്തെ കാര്യം വരുന്നത് ലയബിലിറ്റി എക്സ്റ്റെൻഡ്സ് ടു ഈച്ച് ട്രാൻസാക്ഷൻ. ഈ കണ്ടിന്യൂ ഗ്യാരണ്ടി പോലുള്ള പരിപാടികൾ, കണ്ടിന്യൂ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ എന്താ? there is a series of transactions. അങ്ങനെ ഒരു സീരീസ് ഓഫ് ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ ഓരോ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ആ ലയബിലിറ്റി, ഷുവർട്ടിയുടെ ലയബിലിറ്റി എക്സ്റ്റെൻഡ് ചെയ്യും. അല്ലാതെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലയബിലിറ്റി അവസാനിക്കില്ല. അതിന്റെ എത്രത്തോളം ട്രാൻസാക്ഷൻ ഉണ്ടോ അത്രയും ട്രാൻസാക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഷുവർട്ടിയുടെ ലയബിലിറ്റി അവസാനിക്കുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ എനിക്ക് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ്സിൽ ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.